And although it's not in her. Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് ബിസിനസ് റിസർച്ചിൽ പഠിക്കാനുള്ളത് ബിസിനസ് റിസർച്ച് ആൻഡ് മാനേജ്മെന്റ് റിസർച്ച്, ഈ രണ്ട് ടോപ്പിക്സ് ആണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താ ബിസിനസ് റിസർച്ച് എന്ന്. നോർമലി റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു, അത് അനലൈസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ പുതിയ നോളജ് അക്വയർ ചെയ്യുന്നു, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ബിസിനസ്സിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുക. അല്ലെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് പല സ്റ്റേജസ് ആയിട്ട് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത് അല്ലേ. ആദ്യം നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് അല്ലെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എന്തൊക്കെ സൊല്യൂഷൻസ് ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. അതിൽ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ നമ്മൾ സെലക്ട് ചെയ്യാം. അതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇതിവിടെ സ്റ്റോപ്പ് ആവുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ സെലക്ട് ചെയ്ത ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ടല്ലോ, അതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കും. ആ ഡിസിഷന്റെ റിസൾട്ട് എന്താണെന്ന് നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്യാനാണെങ്കിൽ ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക് ആൻഡ് ഇൻ ഡെപ്ത് സ്റ്റഡി ഓഫ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്യാം, എന്നിട്ട് അതിന് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ് കണ്ടുപിടിക്കാം, അതിൽ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്യാം ഓർ കോഴ്സ് ഓഫ് ആക്ഷൻ, ഓർ ടു ഫൈൻഡ് സൊല്യൂഷൻ ടു പ്രോബ്ലംസ് ബൈ, അല്ലെങ്കിൽ നമ്മളൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അതിനുവേണ്ടി ഡാറ്റ കളക്ട് ചെയ്യുക, അനലൈസ് ചെയ്യുക, എന്നിട്ട് അത് ഇന്റർപ്രറ്റ് ചെയ്യുക. അങ്ങനെ അതിനാണ് നമ്മൾ ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. ബിസിനസ്സിൽ ആവശ്യമായ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയും ബിസിനസ് ആവശ്യമുള്ള അനാലിസിസ് നടത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അപ്പം അതിൽ പല കാര്യങ്ങളും ഇൻവോൾവ് ആണ്. പ്രൊഡക്ഷൻ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ് എല്ലാം അതിൽ ഇൻവോൾവ് ആണ്. എല്ലാത്തിലും വരുന്ന പ്രോബ്ലംസും എല്ലാത്തിലും വരുന്ന ഡിസിഷൻസും നമ്മൾ ബിസിനസ് റിസർച്ച് ത്രൂ ആണ് എടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ബിസിനസ് റിസർച്ചിന്റെ എലമെന്റ്സ് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഒരു പ്രോബ്ലം ഉണ്ടാവണം അല്ലെ, അതിന് സൊല്യൂഷനിലാണ് നമ്മൾ എത്തേണ്ടത്. അപ്പം ആദ്യം ആ ഒരു പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പം അത് ചിലപ്പം നമ്മൾ പ്രോബ്ലം എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ സെയിൽ ആവാം, അല്ലെങ്കിൽ പുതിയൊരു മാർക്കറ്റ് സെഗ്മെന്റ് നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ളതാവാം, അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ആവാം. അപ്പം ഏതാണ് നമ്മൾ ബിസിനസ്സിന്റെ ആ ഒരു പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. നമുക്ക് ആ പ്രോബ്ലത്തിനെ ക്ലിയർലി ഡിഫൈൻ ചെയ്യണം. എന്നുവെച്ചാൽ കൃത്യമായിട്ട് എന്താണ് നമ്മളെ പ്രോബ്ലം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് ബിസിനസ്സിന്റെ റിസർച്ച് ഡിസൈൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യണം. അപ്പോൾ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ്, അതാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യും, അതിന് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ പ്രോബ്ലത്തിന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ റിസർച്ച് ഡിസൈനിൽ വരുന്നത്. നെക്സ്റ്റ് കളക്ഷൻ ഓഫ് ഡാറ്റ. അതിന് നെക്സ്റ്റ് ഇതിനു വേണ്ടി നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യണം. അപ്പോൾ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ നമുക്ക് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാം, സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്യാം. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആരാണോ അതിൻ്റെ പോപ്പുലേഷൻ അവിടെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആരെങ്കിലും ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ നമുക്ക് യൂസ് ചെയ്യാം. അതാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഇനി ഡാറ്റ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുന്നതിനാണ് അനാലിസിസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അത് നമ്മൾ മീൻ, ആവറേജ് അങ്ങനെയുള്ള നമുക്ക് സിമ്പിളായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ടൂൾസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡീപ്പായിട്ടുള്ള അനാലിസിസ് വേണമെങ്കിൽ അതിനുള്ള ടൂൾസ് യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, അനാലിസിസ് ഓഫ് ഡാറ്റ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നമ്മൾ അതിൽ നിന്ന് അറൈവ് ചെയ്ത് വെക്കാം. എന്ന് വെച്ചാൽ ഈ അനാലിസിസ് ചെയ്തിട്ട് അതിൻ്റെ കൺക്ലൂഷൻ വരും. അപ്പോൾ ആ കൺക്ലൂഷൻ വെച്ചിട്ടാണ് നമ്മുടെ പ്രോബ്ലം നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഒരു ഡിസിഷനിൽ എത്തുന്നത്. അപ്പോൾ ഇത്രയാണ് ബിസിനസ് റിസർച്ചിൻ്റെ എലമെന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് റിസർച്ച് ആണ്. അപ്പോൾ അതിൽ പല സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഗെയിനിങ് ഓഫ് ന്യൂ ബിസിനസ് നോളജ്. അപ്പോൾ പുതിയ നോളജ് ഗെയിൻ ചെയ്യുക എന്നുള്ളത് എല്ലാ റിസർച്ചിൻ്റെയും പ്രൈമറി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ ബിസിനസ്സിലും നമുക്ക് പുതിയ നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, സൊല്യൂഷൻ ഓഫ് ഓപ്പറേഷണൽ ആൻഡ് പ്ലാനിങ് പ്രോബ്ലംസ്. നമുക്ക് ബിസിനസ്സിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഓപ്പറേഷണൽ പ്രോബ്ലംസ് ആവാം, പ്ലാനിങ് പ്രോബ്ലംസ് ആവാം. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ഗുഡ് ഡിസിഷൻ മേക്കിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ബിസിനസ്സിലും ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ റിസർച്ച് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. ഇപ്പോൾ നമ്മൾ പ്രോഡക്ട്സിൻ്റെ കാര്യം കസ്റ്റമേഴ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ റിസർച്ച് നടത്തുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റിൽ ചേഞ്ചസ് വരുത്തും. അപ്പോൾ ബെറ്റർ ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
സ്യൂട്ടബിൾ മാർക്കറ്റ് ആൻഡ് കസ്റ്റമേഴ്സ്, അതേപോലെ തന്നെ നമ്മൾ മാർക്കറ്റബിലിറ്റിയെ പറ്റിയും അതേപോലെ തന്നെ നമ്മൾ കസ്റ്റമേഴ്സിനെ പറ്റിയും ഒക്കെ സ്റ്റഡി നടത്തുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സ്യൂട്ടബിൾ മാർക്കറ്റും അതേപോലെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനും ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റും, ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിന് ഏത് ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് കൊടുക്കണം എന്നൊക്കെ. നെക്സ്റ്റ് ഗുഡ് കോമ്പറ്റീഷൻ സ്ട്രാറ്റജീസ്, അതേപോലെ തന്നെ കോമ്പറ്റീഷന് പുതിയ സ്ട്രാറ്റജീസ് നമുക്ക് പുതിയതായിട്ടുള്ള ഈ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാനുള്ള പുതിയ പുതിയ സ്ട്രാറ്റജീസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സെലക്ഷൻ ഓഫ് ബെസ്റ്റ് എംപ്ലോയീസ്, ഇപ്പം നമ്മൾ ബിസിനസ്സിനകത്ത് റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ റിസർച്ച് നടത്തുന്നുണ്ട്. ആ റിസർച്ചിനനുസരിച്ചിട്ട് ഏത് ടൈപ്പ് ഓഫ് സ്കില്ലുള്ള എംപ്ലോയീസിനാണ് നമുക്ക് എടുക്കേണ്ടത് അതിനെ പറ്റിയൊക്കെ നമ്മൾ സ്റ്റഡി നടത്തുന്നുണ്ട്. നെക്സ്റ്റ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് ഫണ്ട്, അതുപോലെ ബിസിനസ്സിനകത്ത് ഫണ്ട് മാനേജ് ചെയ്യുന്നതിനെ പറ്റിയും നമ്മൾ സ്റ്റഡി നടത്തുന്നുണ്ട്, റിസർച്ച് നടത്തുന്നുണ്ട്. നെക്സ്റ്റ് എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ്, അതേപോലെ തന്നെ ബിസിനസ്സിനകത്ത് പുതിയ മാർക്കറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നതാണ് റിസർച്ച് നടത്തിയിട്ട്. നെക്സ്റ്റ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അതേപോലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ പറ്റി നമ്മൾ റിസർച്ച് നടത്തുമ്പോൾ ഏതൊക്കെ പോയിന്റ്സ് ആണ് കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ആണ് കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നത്, ഏത് പോയിന്റിലാണ് കസ്റ്റമേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇതൊക്കെ മാറ്റി അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കൂടുതൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എൻഷുർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ബിസിനസ് റിസർച്ചിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മാനേജ്മെന്റ് റിസർച്ച് ആണ്. അപ്പോൾ മാനേജ്മെന്റ് റിസർച്ച് എന്ന് പറയുന്നത് നമുക്ക് മാനേജറിയൽ ഫാക്ട്സും ഇൻഫർമേഷനും അതേപോലെ റിലേഷൻഷിപ്സും ഒക്കെ അതിനെപ്പറ്റി ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനുള്ള ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് പ്രോസസ്സിനാണ് നമ്മൾ മാനേജ്മെന്റ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇറ്റ് ഇൻവോൾവ്സ് കെയർഫുൾ എൻക്വയറി ആൻഡ് എക്സ്പെരിമെന്റേഷൻ ടു അക്വയർ വാല്യുബിൾ ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അതിനകത്ത് നമ്മൾ എടുക്കുന്നത് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള വാല്യുബിൾ ഇൻഫർമേഷൻ ആണ്. പക്ഷെ ഇതിലെ ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. പിന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ സിമിലർ ടു ബിസിനസ് റിസർച്ച് തന്നെയാണ്. അപ്പോൾ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക് ആൻഡ് ഇൻ-ഡെപ്ത് സ്റ്റഡി ഓഫ് or identification of opportunities, alternative course of action and problems. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാം, അതിന് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ എടുക്കാം, എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്യാം ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്യാം, എന്നിട്ട് അതിനുള്ള അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുക. എങ്ങനെ കളക്ഷൻ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ മാനേജ്മെന്റ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിൻലി നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത് നമ്മൾ മാനേജ്മെന്റ് ഫങ്ഷൻസ് ആയ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, മോട്ടിവേറ്റിംഗ്, ഇവാലുവേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ഡിസിഷൻസ് ആണ് നമ്മൾ ഇതിൽ എടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് മാനേജ്മെന്റ് റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ടു ഫെസിലിറ്റേറ്റ് ബിസിനസ് ഓർഗനൈസേഷൻ ഫോർമുലേറ്റ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രോംപ്റ്റ് ഡിസിഷൻസ്. അപ്പോൾ ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്യാനും അതുപോലെ കൃത്യമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും വേണ്ടി ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടു പ്രൊവൈഡ് വാല്യുബിൾ പീസ് ഓഫ് ഇൻഫർമേഷൻ, ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ടു മാനേജേഴ്സ് സോ ദാറ്റ് ദേ ക്യാൻ എഫക്റ്റീവ്ലി ഡിസ്ചാർജ് മാനേജറിയൽ ഫങ്ഷൻസ്. അപ്പോൾ മാനേജേഴ്സിന് മാനേജറിയൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വാല്യുബിൾ പീസ് ഓഫ് ഇൻഫർമേഷനും ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സും അവർക്ക് കൊടുക്കുന്നത് മാനേജ്മെന്റ് റിസർച്ച് ത്രൂ ആണ്. നെക്സ്റ്റ് ടു ഹെൽപ്പ് മാനേജേഴ്സ് പിൻ പോയിന്റ് ആൻഡ് സിസ്റ്റമാറ്റിക്കലി അനലൈസ് ക്രൂഷ്യൽ മാനേജറിയൽ ഇഷ്യൂസ്. അപ്പോൾ എന്തെങ്കിലും മാനേജറിയൽ ഇഷ്യൂസ് വരുമ്പം അതിനെ പിൻ പോയിന്റ് ചെയ്യാനും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക്കലി അനലൈസ് ചെയ്യണം. നമ്മളൊരു ഇമാജിനേഷൻ അല്ലെങ്കിൽ ഒരു റഫ് ഫിഗർ വെച്ചല്ലാതെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു അനാലിസിസ് നടത്താൻ വേണ്ടി നമുക്ക് മാനേജ്മെന്റ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു ഹെൽപ്പ് ഓർഗനൈസേഷൻ സോൾവ് ബിസിനസ് പ്രോബ്ലംസ്, ബിസിനസിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു ഐഡന്റിഫൈ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചൂസ് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മൾ അതിന്റെ ഡെഫിനേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ചൂസ് ചെയ്യുക, ഓൾട്ടർനേറ്റീവ്സ് വരുന്നതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോഴ്സ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ടു ഫെസിലിറ്റേറ്റ് ദ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ മാനേജറിയൽ കോൺസെപ്റ്റ്സ് ആൻഡ് പ്രാക്ടീസസ്. അപ്പോൾ പുതിയ കോൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾക്കറിയാം മാനേജ്മെന്റ് എന്നുള്ള സബ്ജക്റ്റിൽ തന്നെ പുതിയ കോൺസെപ്റ്റ്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്, പുതിയ മാനേജ്മെന്റ് പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ റിസർച്ച് ത്രൂ ആണ് നമുക്ക് പോസിബിൾ ആവുന്നത്. ടു അസിസ്റ്റ് ഓർഗനൈസേഷൻസ് റീവാം ദർ എക്സിസ്റ്റിംഗ് ബിസിനസ് പ്രാക്ടീസസ്, അതുപോലെ ഓൾറെഡി ഉള്ള ബിസിനസ് പ്രാക്ടീസസിന് റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിസർച്ച് യൂസ്ഫുൾ ആണ്. ടു ഡെവലപ്പ് ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ്, ടെക്നോളജീസ് ആൻഡ് ന്യൂ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ, പുതിയ മെത്തേഡ്സ്
ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു ഹെൽപ്പ് ഓർഗനൈസേഷൻ മോഡിഫൈ ദർ എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സ്. അതുകൂടാതെ പുതിയ പ്രോഡക്ട്സിൻ്റെ കാര്യമല്ല, ഓൾറെഡി ഇരിക്കുന്ന പ്രോഡക്ട്സിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ, അതിൻ്റെ പാക്കേജിങ് ആയാലും അല്ലെങ്കിൽ അതിലുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് മോഡിഫൈ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് to help organization explore new users and new market for existing product. അപ്പോൾ ഓൾറെഡി ഇരിക്കുന്ന പ്രോഡക്റ്റിന് പുതിയ മാർക്കറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെ പുതിയ യൂസേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് ബേബി പ്രോഡക്ട്സ്, ബേബീസിന് യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക്സ് ഒരു പീരീഡ് വരെ അത് ബേബീസിന് മാത്രമായിരുന്നു. പിന്നെ അത് ബേബി ആൻഡ് മോം എന്നുള്ള രീതിയിൽ അവർ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പല ബ്രാൻഡ്സും. അപ്പോൾ അതൊക്കെ ആ ഇൻഫാൻസ് എന്നുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിൽ നിന്ന് മാറി കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ റിസർച്ചിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ്, ടു ഫെസിലിറ്റേറ്റ് ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റഡി ദ പ്രിവെയിലിംഗ് ബിസിനസ് എൻവയോൺമെന്റ്, ഡിഫറെൻറ്റ് ബിസിനസ് സിറ്റുവേഷൻസ് ആൻഡ് ബിസിനസ് ഓൾട്ടർനേറ്റീവ്സ്. അതുപോലെ ബിസിനസ് ഓർഗനൈസേഷന് പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കാനും ഇപ്പോൾ ഇരിക്കുന്ന ബിസിനസ് എൻവയോൺമെന്റിനെ പറ്റി സ്റ്റഡി ചെയ്യാനും ഒക്കെ നമ്മളെ മാനേജ്മെന്റ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് to formulate policies regarding where to buy, when to buy, how much to buy and what price to buy. ഇത് റോ മെറ്റീരിയൽസിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ എവിടുന്ന് പർച്ചേസ് ചെയ്യണം, എപ്പോൾ പർച്ചേസ് ചെയ്യണം, അതുപോലെ എത്ര പർച്ചേസ് ചെയ്യണം, അതിന് ഏത് പ്രൈസിൽ പർച്ചേസ് ചെയ്യണം എന്നുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ടു ഇവോൾവ് സ്യൂട്ടബിൾ മെക്കാനിസം ഫോർ മാനേജിങ് ഫണ്ട്സ് ആൻഡ് അസറ്റ്സ്. ബിസിനസിന്റെ ഫിനാൻസ് മാനേജ് ചെയ്യാനുള്ള മെക്കാനിസംസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ടു ഡിവൈസ് കൺസ്ട്രക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. അതുപോലെ ഹ്യൂമൻ റിസോഴ്സിൽ പറയുന്ന പുതിയ പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി, അത് നമുക്ക് സ്യൂട്ടബിൾ ആണോ ഇതിനെ പറ്റിയൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി റിസർച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ടു സപ്പോർട്ട് ഓർഗനൈസേഷൻ ഇൻ മോഡിഫൈങ് ദർ അപ്രോച്ചസ്. അതുപോലെ ഓർഗനൈസേഷൻ അതിൻ്റെ അപ്രോച്ചസ് മോഡിഫൈ ചെയ്യാനും അതിൻ്റെ മെത്തേഡ്സ് മോഡിഫൈ ചെയ്യാനും അതിൻ്റെ പ്രോസസ്സ് മോഡിഫൈ ചെയ്യാനും ആൻഡ് ടെക്നോളജി എല്ലാം മോഡിഫൈ ചെയ്യാനും പ്രോഗ്രാംസ് ആൻഡ് ടെക്നോളജീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ചേഞ്ചസ് ഇൻ ബിസിനസ് എൻവയോൺമെന്റ്. അപ്പോൾ ബിസിനസ്സിൻ്റെ എൻവയോൺമെന്റ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ എൻവയോൺമെന്റിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ചിട്ട് നമ്മൾ ബിസിനസ്സിനുള്ള അപ്രോച്ചസ്, മെത്തേഡ്സ്, പ്രോസസ്സ് ഇതൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കാം, മോഡിഫൈ ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമ്മളെ മാനേജ്മെന്റ് റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്കൊരു ടോപ്പിക്ക് പഠിക്കാനുള്ള റിസർച്ച് മെത്തേഡാണ്. റിസർച്ച് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിസർച്ചിന് യൂസ് ചെയ്യുന്ന സ്പെസിഫിക് പ്രൊസീജിയേഴ്സും ടെക്നിക്സും, അത് റിസർച്ചിൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മീൻസ് ബൈ വിച്ച് എ റിസർച്ചർ ഈസ് ആബിൾ ടു കണ്ടക്ട് ഹിസ് സ്റ്റഡി കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ആ റിസർച്ചർ യൂസ് ചെയ്യുന്ന ഒരു മീൻസ് ആണ്. Research method facilitates a researcher to test hypotheses and theories and examine the relationship between different variables in the data. അപ്പോൾ ഡാറ്റയിൽ ഡിഫറെൻറ്റ് വേരിയബിൾസിനെ എക്സാമിൻ ചെയ്യാനും അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സാമിൻ ചെയ്യാനും അതുപോലെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാനും ഒക്കെ ഒരു റിസർച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. The research methods adopted by the researcher should directly relate to the research problem in hand. അപ്പോൾ നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് റിസർച്ച് പ്രോബ്ലത്തിന് ഡിഫറെൻറ്റ് റിസർച്ച് മെത്തേഡ്സ് ആണ്. Research method vary with the nature and type of research problems and objectives. A researcher should adopt a research method that is best suited to the objective of the study. അപ്പോൾ ഏതാണ് നമ്മുടെ സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്, അതിൻ്റെ ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് മെത്തേഡ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ സിംപ്ലി പറയാന്ന് വെച്ചാൽ നമ്മൾ റിസർച്ച് ചെയ്യുന്ന ഒരു മെത്തേഡ്, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ്, അതിന് യൂസ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്, ഇതിനൊക്കെയാണ് റിസർച്ച് മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിസർച്ച് മെത്തേഡ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ച് ആണ്, or body that deals with all the techniques, methods and procedures adopted in research. അപ്പോൾ റിസർച്ചിൽ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ, ദ സ്ട്രാറ്റജി ഓർ ആർക്കിടെക്ചറൽ ഡിസൈൻ ബൈ വിച്ച് ദ റിസർച്ചർ maps out an approach to problem finding or problem solving. അപ്പോൾ ഇതിനാണ് നമ്മൾ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം സോൾവിങ്ങിലോ അല്ല പ്രോബ്ലം ഫൈൻഡിങ്ങിലോ നമ്മൾ ഒരു റിസർച്ചർ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ ഡിസൈൻ. റിസർച്ച് മെത്തഡോളജി ക്യാൻ ബി റെഫേർഡ് ആസ് എ സയൻസ് സ്റ്റഡിങ് ദ മെത്തേഡ്സ്, ടെക്നിക്സ്, പ്രോസസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് റിസർച്ച്. It offers a wide range of scientific method to systematically solve a research problem. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറേ മെത്തേഡ്സ് നമുക്ക് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിലൊരു റിസർച്ച് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന ഒരു നാരോ കോൺസെപ്റ്റ് മാത്രമാണ്.
Research methodology enables a person to study the methods and process of scientific inquiry. The principal objective of research methodology is to describe and analyze research methods. Research methods നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനും അനലൈസ് ചെയ്യാനൊക്കെ ഉള്ളതാണ് ഒരു റിസർച്ച് മെത്തഡോളജിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് പഠിക്കാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ നെക്സ്റ്റ് റിസർച്ച് മെത്തേഡും റിസർച്ച് മെത്തഡോളജിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് റിസർച്ച് മെത്തേഡിൽ ഇറ്റ് ഈസ് ദ ടെക്നിക് അപ്ലൈഡ് ബൈ ദ റിസർച്ചർ ടു അണ്ടർടേക്ക് റിസർച്ച്. ഒരു റിസർച്ച് അണ്ടർടേക്ക് ചെയ്യാൻ വേണ്ടി ഒരു റിസർച്ചർ അപ്ലൈ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് മെത്തേഡ്സ്. ഈ മെത്തേഡ്സിൻ്റെ ഒക്കെ ഒരു സിസ്റ്റമാണ് യൂസ് സയൻറ്റിഫിക്കലി ഫോർ സോൾവിങ് റിസർച്ച് പ്രോബ്ലം. റിസർച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സിൻ്റെ ഒരു സിസ്റ്റമാണ്. It is constituted by set of tools for the test and experiments in research. ഇപ്പോൾ റിസർച്ചിൽ നമ്മൾ കുറേ എക്സ്പെരിമെൻറ്റ്സ് നടത്തും, കുറേ ടെസ്റ്റ് നടത്തും. അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടൂൾസ് ആണ് ഈ റിസർച്ച് മെത്തേഡിൽ പറയുന്നത്. റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് അനലൈസിങ് ദ മാനർ ഇൻ വിച്ച് റിസർച്ച് ഈസ് കണ്ടക്റ്റഡ്. എങ്ങനെ നമ്മൾ റിസർച്ച് നടത്തണം എന്നതിൻ്റെ ഒരു സയൻസ്, എന്നതിനെ അനലൈസ് ചെയ്യുന്ന ഒരു സയൻസ്, ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. റിസർച്ച് മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ്. റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ്. നെക്സ്റ്റ് ഇറ്റ് ഇൻവോൾവ്സ് കണ്ടക്ടിങ് ഓഫ് എക്സ്പെരിമെൻറ്റ്, സർവേസ് ആൻഡ് സോ ഓൺ. എക്സ്പെരിമെൻറ്റ്സ് നടത്താം, അതേപോലെ സർവേ കണ്ടക്ട് ചെയ്യുക, ഇതൊക്കെയാണ് ഇതിനകത്ത് റിസർച്ച് മെത്തേഡിൽ വരുന്നത്. റിസർച്ച് മെത്തഡോളജിയിലാണെങ്കിൽ ഇറ്റ് ഈസ് ഐഡൻറ്റിഫൈങ് ഡിഫറെൻറ്റ് ടെക്നിക്സ് ഫോർ കണ്ടക്ടിങ് എക്സ്പെരിമെൻറ്റ്. ഈ എക്സ്പെരിമെൻറ്റൊക്കെ കണ്ടക്ട് ചെയ്യാനുള്ള പല മെത്തേഡ്സിനെ പറ്റിയാണ് റിസർച്ച് മെത്തഡോളജിയിൽ പറയുന്നത്. നെക്സ്റ്റ് ഫോർത്ത് വൺ പറയുന്നത് ഇറ്റ് ഈസ് കംപ്രൈസ്ഡ് ഓഫ് ഡിഫറെൻറ്റ് മീൻസ് ഫോർ അനാലിസിസ്. അനാലിസിസിൻ്റെ പല മീൻസിനെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ എൻറ്റയർ പ്രോഗ്രാംസ് ഫോർ അച്ചീവ്മെൻറ്റ് ഓഫ് റിസർച്ച് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ റിസർച്ച് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനുള്ള മുഴുവൻ പ്രോഗ്രാംസിനെ പറ്റിയിട്ടും, അനാലിസിസ് മാത്രമല്ല മുഴുവൻ പ്രോഗ്രാംസിനെ പറ്റിയിട്ടും റിസർച്ച് മെത്തഡോളജിയിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് റിസർച്ച് മെത്തേഡിൽ പറയുന്നത് ഇറ്റ് എയിംസ് അറ്റ് ഫൈൻഡിങ് ഔട്ട് സൊല്യൂഷൻ ടു റിസർച്ച് പ്രോബ്ലം. ഇപ്പോൾ ഇതിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റിസർച്ച് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. റിസർച്ച് മെത്തഡോളജിയിൽ പറയുന്നത് ഇറ്റ് അറ്റംപ്റ്റ്സ് ടു ഇംപ്ലിമെൻറ്റ് ദ റൈറ്റ് ഓർ സ്യൂട്ടബിൾ പ്രൊസീജിയർ ടു അറൈവ് അറ്റ് ദ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിലേക്ക് എത്താനുള്ള ഏറ്റവും റൈറ്റ്, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊസീജിയർ എന്താണ്, അതിനെ പറ്റിയാണ് റിസർച്ച് മെത്തഡോളജിയിൽ പറയുന്നത്. അപ്പോൾ സിംപ്ലി പറയാന്ന് വെച്ചാൽ റിസർച്ച് മെത്തഡോളജിയിൽ പറയുന്ന റിസർച്ച് എങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്യാം, അപ്പോൾ ആ റിസർച്ചിൽ എന്തൊക്കെ നമുക്ക് എങ്ങനെ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാം, എങ്ങനെ നമുക്ക് റിസർച്ച് മെത്തേഡ്സ് എങ്ങനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഇതൊക്കെ പറയുന്ന ഒരു സ്റ്റഡിയാണ്, ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. അപ്പം അതിലുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമാണ് റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. മെത്തേഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ കണ്ടക്ട് ചെയ്യണം ആ സ്റ്റഡി എന്നതാണ് റിസർച്ച് മെത്തേഡിൽ പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് മെയിനായിട്ട് ഒന്നാമത് നമ്മൾ പഠിച്ചത് ബിസിനസ് റിസർച്ച് ആണ്. ഇപ്പോൾ ബിസിനസ് റിസർച്ച് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ എലമെൻറ്റ്സ് പഠിച്ചു, അതിൻ്റെ സിഗ്നിഫിക്കൻസും പഠിച്ചു. നമ്മൾ സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് റിസർച്ച് പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് മാനേജ്മെൻറ്റ് റിസർച്ച് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒരുപാടുണ്ട്, ഒരു 15 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊരു 10 വെച്ച് നിങ്ങൾ പഠിച്ചാൽ മതിയാവും. നെക്സ്റ്റ് റിസർച്ച് മെത്തേഡ് എന്താണെന്നും റിസർച്ച് മെത്തഡോളജി എന്താണെന്നും പഠിച്ചിട്ടുണ്ട്. അത് തമ്മിലെ ഡിഫറൻസും നമ്മൾ പഠിച്ചു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് റിസർച്ച് പ്രോസസ്സും അതിൻ്റെ സ്റ്റെപ്സും ഒക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.